ഇവിടെ വലതുപക്ഷ സംഘടനകൾ പ്രത്യേകിച്ച് KSU എല്ലാം പ്രത്യക്ഷ സമരത്തിൽ ആദ്യ ദിവസം ഞങ്ങൾ ഇവിടെ RSS അടയാളം സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിൽ വരുമ്പോൾ അവരുണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ അവർ അതിൽ നിന്ന് പിന്മാറി. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ആ സമരത്തിനില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇവിടെ SFI കഴിഞ്ഞ രാജ്ഭവൻ മാർച്ചിൽ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താലാണ് KSU ആ നിലപാട് മാറ്റം ഉണ്ടാക്കിയെടുത്തത്. ആ നിലപാട് മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം, കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം. അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. RSSനോട് ബാന്ധവം, RSSനോട് ഈ തെറ്റായ സമീപനം, ഈ ബന്ധം എന്തിനു പുലർത്തുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. പറവൂർ സീറ്റ് എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില വർഗീയ വോട്ടുകൾക്ക് അതിനാണോ കേരളം എന്ന ഈ മണ്ണിനെ ഒറ്റുകൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഒരു അപഹസിക്കലും. ഞങ്ങളുടെ സമരം അഡ്ജസ്റ്റ്മെൻ്റാണ്. ഞങ്ങളുടെ സമരം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഉണ്ടാക്കുന്ന സമരമാണ്. നോക്കൂ, എൻ്റെ തലയ്ക്ക് പുറകിൽ എൻ്റെ കൂടെ തന്നെ 18ഉം 19ഉം വയസ്സുള്ള ഇന്നലെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്നിറങ്ങിയ ആ വിദ്യാർത്ഥി അവൻ്റെ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ച് ഇന്ന് രാവിലെ കേരള സർവകലാശാലയിലെ RSS വൽക്കരണത്തിനെതിരെയുള്ള സമരത്തിൽ അവനും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണോ അഡ്ജസ്റ്റ്മെന്റ് സമരം? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ തൊട്ടുപുറകിലുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഓടിച്ചാൽ അവനെ കാണാൻ കഴിയും. 18ഓ 19ഓ വയസ്സുള്ള ചെറുപ്പക്കാരൻ അവനും വന്നിട്ടുണ്ട്. അവനുണ്ട് ഈ നാടിനെ കുറിച്ചുള്ള ബോധ്യം. എന്നാൽ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ VD സതീശന് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ജനങ്ങളോടുള്ളത്, കേരളത്തിലെ മണ്ണിനോടുള്ളത്, കേരളത്തിലെ സർവകലാശാലയോടുള്ളത്? കേരളത്തിലെ ഒരു സർവകലാശാലയും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെ എന്തു നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്? ആ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സമരത്തെ നോക്കിയാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ ചരിത്രം, ആ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൊത്തം അവകാശം ഞങ്ങൾക്കാണെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് VD സതീശൻ. ആ VD സതീശനാണ് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തിന് VD സവർക്കർക്ക് മുന്നിലും ഗോൾവാക്കർക്ക് മുന്നിലും വണങ്ങാമെങ്കിൽ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഗാന്ധിജിക്ക് മുന്നിലാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് നെഹ്റുവിന് മുന്നിലാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിലാണ്. ഇന്ത്യ എന്ന ബോധത്തിനെതിരാണ്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരാണ്. അതല്ലേ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ചോദ്യം? ആ ചോദ്യം ചോദിക്കാൻ പലരും തയ്യാറാവുന്നില്ല. അതോടൊപ്പം KSU ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും MSFനുമുള്ള, ഇന്നലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ചാനൽ മുറിയിലിരുന്ന് പ്രസ്താവിക്കുന്നത് കേട്ടു. എവിടെ, ഏത് സർവകലാശാലയിലാണ് MSFനും KSUവിനുമൊക്കെ RSSൻ്റെ വക സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളത്? പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കണ്ണൂർ സർവകലാശാലയിൽ RSSൻ്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്നത്തെ ഗവർണർ സെനറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള 12ഓളം വരുന്ന കോൺഗ്രസ്, ലീഗ്, RSS പ്രവർത്തകർ, സജീവ പ്രവർത്തകർ, അവരുടെ പേരും വിശദാംശവുമെല്ലാം ഞങ്ങൾ പറയാം. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന ഹർഷ പുഞ്ചയിൽ എന്നൊരു വിദ്യാർത്ഥി, അവിടെ KSUവിന് വേണ്ടി മത്സരിച്ചൊരു വിദ്യാർത്ഥി, മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരു മയിൽ കോളേജുമായി, കോർപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം ചെലേരി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്തത സഹചാരിയായിട്ടുള്ള പ്രവർത്തകൻ. അങ്ങനെ KSUവിൻ്റെയും MSFൻ്റെയും RSSൻ്റെയും അടക്കമുള്ള പാനൽ BJP ഓഫീസിൽ നിന്ന് അയച്ച് അത് അംഗീകരിച്ച ചരിത്രമാണ് ഇവിടെ വിവിധ സർവകലാശാലകളിലുള്ളത്. എന്തിനേറെ പറയുന്നു, കാലിക്കറ്റ് സർവകലാശാലയുടെ VC, കോൺഗ്രസ് സംഘടനയായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ അധ്യാപക സംഘടനാ നേതാവായിരുന്ന ആളാണ് ഇന്നത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക VC. ഇവിടെ കേരളയിൽ ജന്മഭൂമിയുടെ എഡിറ്ററായി പ്രവർത്തിച്ച ശ്രീകുമാർ RSSന് പ്രവർത്തകർക്ക് പുറമെ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ നോമിനേഷൻ വഴി പല വിധത്തിലുള്ള ആളുകളെയും തിരികെ കയറ്റിയിട്ടുണ്ട്. അവർ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി?
അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞോ? എത്രയെത്ര പ്രവർത്തകർ മുഴുവൻ പയ്യന്നൂർ കോളേജിലെ ഒരു അധ്യാപകൻ ഉൾപ്പെടെ അവരുടെ അധ്യാപക സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും RSSൻ്റെയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒറ്റഘട്ടത്തിൽ. അപ്പോൾ ഇത് തെളിയിക്കുന്നത് എന്താണ്? ആരുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ KSUവിനെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്, അവരെ നിർബന്ധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എങ്ങനെയൊക്കെ ഞങ്ങളെ അധിക്ഷേപിച്ചാലും ഞങ്ങൾക്കിതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല.